ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗീ മൈസൂർ പാർക്കാണ്. അതിനാവശ്യമായിട്ടുള്ള 2 ഗ്ലാസ് കടലമാവ് എടുക്കുക. എടുത്തതിന് ശേഷം അതൊരു ലോ ഫ്ലെയിമിൽ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് നല്ല രീതിയിൽ ചൂടാക്കി വറുത്തെടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇളക്കുന്നതിനോടൊപ്പം ഒരു മാവിൻ്റെ പച്ചമണം മാറണം. അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. പച്ചമണം മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ അതൊരു ബേസണിലോട്ട് മാറ്റണം. എന്നിട്ട് നമ്മുടെ ഈ സ്വീറ്റിന് ആവശ്യമായിട്ടുള്ള 1.5 ഗ്ലാസ് നെയ്യ് എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ദോശക്കല്ലിൽ വെച്ച് ചൂടാക്കുക. ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ചൂടാക്കിയ നെയ്യ് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ കട്ടയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കുന്നതിനായിട്ട് 2 ഗ്ലാസ് പഞ്ചസാര 1 ഗ്ലാസ് വെള്ളവും മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച ചീടിച്ചട്ടിയിലോട്ട് ഒഴിച്ചുകൊടുത്ത് നല്ല രീതിയിൽ തിളപ്പിക്കുക. എന്നിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാകുമ്പോഴത്തേക്കും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കടലമാവ് അതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കുറുകി വരെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തല്ല ബാക്കി നെയ്യ് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ആ ഒഴിക്കുന്ന നെയ്യ് നല്ല രീതിയിൽ മാവിൽ അബ്സോർബ് ചെയ്യും. എന്നിട്ട് രണ്ടാമതുള്ള ബാക്കി നെയ്യും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നല്ലപോലെ അബ്സോർബ് ചെയ്ത് കടലമാവ് നമ്മുടെ പാത്രവുമായിട്ട് വേറിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇതൊഴിച്ച് സെറ്റാക്കാൻ വെക്കണം. 2 മണിക്കൂർ എടുക്കും നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ചൂട് മാറുന്നതിനായിട്ട്. ചൂട് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഞാനൊരു കവർ വെച്ച് പ്ലേറ്റ് വെച്ച് മറച്ചാണ് ഫ്രീസറിലോട്ട് വെച്ചിരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.